നമ്മളിപ്പോൾ ഉള്ളത് മദീനയിലാണ്. നമ്മൾ മക്കയിൽ നിന്ന് നമ്മൾ നേരെ ജിദ്ദയിൽ പോയി അവിടുന്ന് മദീനയിലെത്തി. മദീനയിലേക്ക് ഉള്ളത് ഇന്ന് നമ്മൾ കാണിക്കുന്ന മദീനയിലെ കാഴ്ചകൾ കേട്ടോ. മദീന ഉഹുദ് മലയുണ്ട്, അതുപോലെ ഹന്തക്ക് ഉഹുദ് യുദ്ധങ്ങൾ നടന്ന സ്ഥലങ്ങൾ, പിന്നെ അങ്ങനെ ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം, നമുക്ക് ഉഹുദ് മലയിലേക്ക് പോകാം. ഉഹുദ് മലയും ഉഹുദ് യുദ്ധവുമായി ബന്ധപ്പെട്ട ചരിത്രപ്രധാനമായ സ്ഥലങ്ങളിലേക്ക് നമുക്ക് ആദ്യം പോകണം. ഓക്കെ, ഉഹുദ് യുദ്ധ കാലഘട്ടത്തിൽ ശരിക്കും നബിയും 1000ഓളം വരുന്ന സ്വഹാബികളും ഉഹുദ് യുദ്ധത്തിന് വേണ്ടിയിട്ട് ഉഹുദ് മലയുടെ താഴ്വരയിലേക്ക് പോയിരുന്ന ഒരു വഴിയാണിത് കേട്ടോ. ഈ വഴിയായിരുന്നു അന്ന് അസ്ര നമസ്കാരത്തിന് ശേഷം നബിതങ്ങളും കൂടെ 1000ഓളം അനുയായികളും പടയാളികളും കൂടി ഉഹുദ് യുദ്ധത്തിന് വേണ്ടി പോയത്. അപ്പം നിങ്ങൾക്ക് അവിടെ ദൂരത്ത് കാണാം, അതാണ് ശരിക്കും ഉഹുദ് മല എന്ന് പറയുന്നത്. ഈ ഒരു വഴിയിലെ കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു വഴിയുടെ പേര് എന്ന് പറയുന്നത് ത്വരീഖു സയ്യിദു ശുഹദാ എന്ന് കേട്ടോ. അങ്ങനെ പേര് വരാനുള്ള കാരണം എന്താ വെച്ചാൽ നബിയുടെ പിതൃവ്യനെ ഹംസ റളിയല്ലാഹു അൻഹു ഇല്ല, ഹംസ റളിയല്ലാഹു അൻഹു ശരിക്കും ഉഹുദ് യുദ്ധത്തിൻ്റെ ഒരു നായകൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം അതിൽ ഷഹീദാവുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വ്യക്തിയുടെ എന്താ പറയുക, അതിനൊരു ആദരവ് എന്ന നിലയിൽ കേട്ടോ ഈ ഒരു റോഡിന് ആ ഒരു പേര് കൊടുത്തത്. പിന്നെ ഇതിൻ്റെ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് അവിടെ ചെറിയൊരു പള്ളി കാണാം, ചെറിയൊരു കുബിയൊക്കെ ആയിട്ട് ചെറിയൊരു പള്ളി കാണാം. ആ പള്ളിയുടെ പേരാണ് മസ്ജിദ് ഷെയ്ഖൈനി കേട്ടോ. എന്ന് വെച്ചാൽ ഈ ഉഹുദ് സമയത്ത് ഉഹുദ് യുദ്ധത്തിന് പുറപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടയാളികളും ആ പള്ളിയിൽ വെച്ചിട്ടാണ് ഇവിടെ നമസ്കാരം നിർവഹിച്ചിരുന്നത്. അവിടെ ചെറിയൊരു പള്ളി നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് ദൂരത്തായിട്ട്. സോ നമ്മളിനി പോകുന്നത് നേരെ ഉഹുദിന്റെ ഭാഗത്തേക്കാണ്. നമ്മളങ്ങനെ ഉഹുദ് യുദ്ധം നടന്ന സ്ഥലത്താണ് ഇപ്പം നിൽക്കുന്നത്. എനിക്ക് പുറകിലുള്ള പള്ളി എന്ന് പറയുന്നത് മസ്ജിദ് ഹംസയാണ്. ആക്ച്വലി ഇവിടുത്തെ മദീനയിലെ മസ്ജിദ് നബവി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ഒരു പള്ളിയാണ്. ഇവിടെ വെച്ചിട്ടാണ് ഉഹുദ് യുദ്ധം നടന്നത്. സോ നമുക്ക് നോക്കാം ഉഹുദ് യുദ്ധം നടന്ന ആ ഒരു സ്ഥലവും, അതുപോലെ അന്ന് എന്താ പറയുക ഷഹീദായ ഒരുപാട് സ്വഹാബികളുടെ ഖബറുടെ ഒക്കെ ഇവിടെയുണ്ട്. നമുക്ക് പോയിട്ടൊന്ന് കാണാം. വലിയ പള്ളിയാണ്. അതുപോലെ മസ്ജിദ് ഷഹീദ് ഷുഹദാ എന്നും കൂടി ഈ പള്ളിക്ക് ഒരു പേരുണ്ട്. കാരണം നേരത്തെ പറഞ്ഞിരുന്നു ഉഹുദ് യുദ്ധത്തിൽ ഷഹീദായ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു പള്ളിക്ക്. അപ്പം ഈ ഉഹുദ് മലയുടെ അടുത്തായിട്ടാണ് ശരിക്കും ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമുക്ക് പോകാം. ഇവിടെ കണ്ട ഒരുപാട് ഫുഡ് ട്രക്കുകളുണ്ട്. നമ്മൾ മക്കയിൽ കണ്ട പോലെ തന്നെ ഒരുപാട് ഫുഡ് ട്രക്കുകളുണ്ട് കേട്ടോ. ഐസ്ക്രീം ട്രക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഒരുപാട് തീർത്ഥാടകർ ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ. ഉഹുദ് യുദ്ധത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായ ഒരു ചെറിയൊരു മലയാണ് പുറകിലുള്ളത്. ആക്ച്വലി ഈ ഒരു മലയുടെ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾ കണ്ടോ, ഉഹുദ് യുദ്ധ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം 50ഓളം സ്വഹാബാക്കൾ, അമ്പയത്തുകാരായ സ്വഹാബാക്കളെ ഈ ഒരു മലയുടെ മുകളിൽ നിർത്തിച്ചിരുന്നു. കാരണം ശത്രുക്കൾ ഈ നമുക്ക് പുറകു വശത്തേക്കൂടെ വരുമ്പം അവരെ നിരീക്ഷിക്കാൻ വേണ്ടി നിർത്തിച്ചിരുന്നു. അവരോട് നബി പറഞ്ഞിരുന്നു, നബിയുടെ നിർദ്ദേശം ഇല്ലാതെ ഈ മല ഇറങ്ങി വരാൻ പാടില്ല എന്നും അവരുടെ ആ ലൊക്കേഷൻ മാറാൻ പാടില്ലെന്ന് പറഞ്ഞിരുന്നു. പക്ഷേങ്കിൽ സ്വഹാബികൾ യുദ്ധത്തിന്റെ സമയത്ത് നബിയുടെ വാക്ക് കേൾക്കാതെ മലയിറങ്ങി താഴേൽ വന്നപ്പോൾ ശത്രുക്കൾ ഈ മലയുടെ പുറകു വശത്തേക്കൂടി വന്നിട്ട് ആക്രമിച്ചു. പുറകിലേക്കൂടി വന്ന് ആക്രമിച്ച് മുമ്പെന്നും പുറകുനിന്നും ആക്രമണം വന്നപ്പോഴാണ് ഏകദേശം 70ഓളം സ്വഹാബികൾ ഷഹീദായത് കേട്ടോ. അങ്ങനെയാണ് ഉഹുദ് യുദ്ധത്തിൽ തോൽക്കാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത്. ഉഹുദ് എന്ന് പറയുന്നത് ഈ മലനിരകൾക്കാണ് ഉഹുദ് എന്ന് പറയുന്നത്. അതിൻ്റെ താഴെയിലായിട്ടാണ് ഈ ഒരു പള്ളി വരുന്നത്. ഏകദേശം 8 കിലോമീറ്ററോളം ദൂരത്തിൽ ഈ മലകൾ വരുന്നത്. 8 കിലോമീറ്ററോളം ദൂരത്തിൽ വലിയൊരു മലയാണ് ഉഹുദ് മല എന്ന് പറയുന്നത്. ആ മലയുടെ താഴ്വാരങ്ങളായിട്ടാണ് ഉഹുദ് യുദ്ധം നടന്നത് കേട്ടോ. ഈ ഒരു പള്ളിയുടെ ഈ വശം കണ്ടോ ഒരു വലിയൊരു ഗ്രൗണ്ട്. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഉഹുദ് യുദ്ധത്തിൽ ഷഹീദായി 70ഓളം സ്വഹാബാക്കൾ, ഹംസ റളിയല്ലാഹു അൻഹു അടക്കം 70ഓളം സ്വഹാബാക്കളുടെ ഖബർ എന്ന് പറയുന്നത് കണ്ടോ. ഒരു ഫ്ലാറ്റാണ്, സർപ്പസാണ്. അങ്ങനെ സെപ്പറേറ്റ് പൊക്കിയിട്ട് പിടിച്ചിട്ടൊന്നുമില്ല. ഇവിടെ ഇതൊക്കെ മലയാളികളാണ്. അതെ, ഇതിൻ്റെ പുറകിൽ ഇവരുടെ ഡ്രസ്സിൻ്റെ പുറകിൽ എത്തിയിട്ടുണ്ടോ മലയാളികളാണ്. അവരിവിടെ വന്നിട്ട് ദുആ ചെയ്യാന്ന് ചെയ്യുന്നത്. ഉസ്താദിൻ്റെ നേതൃത്വത്തിലൊരു ടീമാണ്. ഉംറ മടവൂർ കോഴിക്കോടാണല്ലോ. കുഴപ്പമില്ല. ഇവിടെ വേറൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ശരിക്കും ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാട്ടോ ഇത്. ഒരുപാട് ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്നതാണ്. ഞാൻ ഇവിടെ ഒരു ബോർഡ് കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളിതൊന്ന് വായിക്കണേ. അപ്പം കുറച്ചും കൂടി മനസ്സിലാവും. കാരണം ഈ ഇസ്ലാം മതത്തിനിപ്പോൾ അറിയാത്ത മറ്റും ഒരുപാട് മതത്തിൽ നമ്മൾ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ്. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ വായിച്ചാൽ മതി. ഈ മലയുടെ പേര് ജബൽ റുമാത്ത് എന്നാണ്. ആക്ച്വലി മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ ഇത് വലിയ മലയായിരുന്നു. അറിയാലോ 1400 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ യുദ്ധമൊക്കെ നടക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ വലിയ മലയായിരുന്നു. പിന്നീട് ഇതിൻ്റെയൊക്കെ വലിപ്പം കുറഞ്ഞു, ചെറുതായി ഈ ഒരു കോലത്തിലായി. അപ്പം നമുക്കിപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് മുകളിലേക്ക് കയറാൻ പറ്റും. നമ്മൾ ആ ഒരു ഹിറാ ഗുഹയൊക്കെ കയറുമ്പോൾ ഞാൻ ആ സ്ട്രഗിൾ കാണിച്ചിട്ടുണ്ട് മുകളിലേക്ക് കയറും. ഇവിടെ നിന്നൊക്കെ നല്ല വ്യൂ ഉണ്ട്. ഉഹുദ് മല പുറകിൽ കാണാൻ പറ്റും, മസ്ജിദ് ഹംസ കാണാൻ പറ്റും, അതുപോലെ
ഷഹീദായ സ്വഹാബികൾ അടക്കം ചെയ്ത ഖബർസ്ഥാനാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ശത്രുക്കൾ ഈ ഒരു ഭാഗത്തായിരുന്നു, അതുപോലെ എന്താ പറയുക നബിയുടെ നേതൃത്വത്തിൽ പട ഈ ഒരു ഭാഗത്തായിരുന്നു. രണ്ട് പടയും ഈ മലയുടെ രണ്ട് വശത്തായിരുന്നു. കുറച്ച് ദൂരെയായിട്ട് നമുക്ക് അവിടെ പള്ളി കാണാൻ പറ്റും, മസ്ജിദ് നബവി കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഈ ഒരു ഉംറ പോലുള്ള കർമ്മങ്ങൾക്ക് വരുന്ന തീർത്ഥാടകർ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ അവരുടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്ന ഏരിയയാണ്. അതിന് നേരത്തെ ഇവിടെ വന്ന് ടൂറിസ്റ്റുകൾക്കുള്ള ഈ പോപ്പോസാണ്. ശരിക്കും ഇവിടെ ടൂറിസം ഉണ്ട്, ഇവിടെ എല്ലാ മതക്കാർക്കും പ്രവേശനമുണ്ട് കേട്ടോ. ഇതിലെ കാഴ്ചകൾ കണ്ടല്ലോ. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ കിബിലത്തൈൻ പള്ളി എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്. കിബിലത്തൈൻ എന്ന് വെച്ചാൽ എന്താ പറയുക, അറബിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 2 കിബിലയിൽ പള്ളി നടത്തും കേട്ടോ. അതെന്തുകൊണ്ടാണെന്നൊക്കെ അവിടെ എത്തിയിട്ട് പറഞ്ഞത്. ഓക്കെ, ആണ് മസ്ജിദുൽ കിബിലത്തൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ തിരക്കൊക്കെ വളരെ കുറവാണ്. ഈ പെരുന്നാളിനും അതുപോലെ ഉംറ ഹജ്ജ് സമയത്തൊക്കെ ഇവിടെ ഭയങ്കര ആൾക്കാരായിരിക്കും, തീർത്ഥാടകരുടെ പ്രവാഹമായിരിക്കും. ഇതാണ് ഈ ഒരു പള്ളിയുടെ പാർക്കിംഗ്. നമുക്കിവിടെ വണ്ടികളൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഉഹുദ് മലയിൽ നിന്നും ഏകദേശം 5 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്ക് പിന്നെ ടോട്ടൽ ദൂരം വരുന്നത് കേട്ടോ. സോ ഇതാണ് പള്ളി. ഈ പള്ളിയുടെ ഒരു ചരിത്രം എന്താണെന്ന് വെച്ചാൽ, നബിയുടെ കാലഘട്ടത്തിൽ ആദ്യത്തെ സമയത്ത് നിസ്കാരത്തിൻ്റെ കിബില എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് നമ്മൾ നോക്കിയിട്ട് നമ്മൾ നിസ്കരിക്കണം. ഇപ്പം നമ്മൾ കഅബയുടെ ഡയറക്ഷനിലേക്ക് നോക്കിയിട്ട് നമ്മൾ നിസ്കരിക്കുന്നത്. അപ്പം അങ്ങനെ നിസ്കരിക്കുന്ന ആ ഒരു ഡയറക്ഷനാണ് കിബില എന്ന് പറയുന്നത്. അപ്പം നബിയുടെ കാലഘട്ടത്തിൽ ആദ്യം കിബില എന്ന് പറയുന്നത് ഫലസ്തീനിലെ അക്സ മസ്ജിദ് ആയിരുന്നു. ഫലസ്തീൻ ഭാഗത്തിൽ അക്സ മസ്ജിദ് ആയിരുന്നു. അക്സ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് ആ ഒരു വശത്തേക്കാണ് അക്സ സ്ഥിതി ചെയ്യുന്നത്. ഫലസ്തീൻ അങ്ങോട്ടേക്കാണ് വരുന്നത്. അപ്പം ആ ഒരു സമയത്ത് ഒരു ദിവസം ഇവിടെ നബിയും സഹാബികളും കൂടിയിട്ട് ളുഹർ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ 2 റക്അത്ത് കഴിഞ്ഞ് 3ാമത്തെ റക്അത്തിലേക്ക് പോകുമ്പം നബിക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നു, കിബില മാറ്റി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് നബി എന്ത് ചെയ്യുക, നിസ്കാരത്തിൽ 3ാമത്തെ റക്അത്ത് മുതൽ ഇപ്പം ഞാൻ പറഞ്ഞു അങ്ങോട്ടേക്കാണ് തിരിഞ്ഞ് നമസ്കരിച്ചത്. ആ നമസ്കാരം നേരെ തിരിഞ്ഞു ഇങ്ങോട്ടേക്കാണ് കഅബ വരുന്നത്. ഇങ്ങേ വശക്കാക്കിയിട്ട് നമസ്കരിച്ചു. സ്വഹാബികളും കൂടി നബിയുടെ നേരെ പുറകിൽ പോയിട്ട് സഫുകൾ മാറ്റി നിസ്കരിച്ചു. അതിനുശേഷമാണ് കിബിലയെ പിന്നെ മക്കയിലെ പള്ളിയെയാണ് പിന്നെ കിബിലയാക്കിയിട്ട് ഇസ്ലാം മതവിശ്വാസികൾ സ്വീകരിച്ചത്. ആ ഒരു പള്ളിയാണിത്. അതുകൊണ്ടാണ് ഇതിന് കിബിലത്തൈൻ മസ്ജിദ് എന്ന് പേര് പറഞ്ഞത്. കിബിലത്തൈൻ എന്ന് വെച്ചാൽ 2 കിബിലകളുള്ള പള്ളി. ഉഹുദ് യുദ്ധത്തിന്റെ പരാജയത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ അടുത്ത യുദ്ധം എന്ന് പറയുന്നത് ഹന്തക് യുദ്ധമായിരുന്നു. ശരിക്കും ഹന്തക് യുദ്ധം നടത്തിയതല്ല, പ്രതിരോധമായിരുന്നു ആ യുദ്ധത്തിന് ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത്. ഇസ്ലാമിലെ പല യുദ്ധങ്ങളും പ്രതിരോധമായിരുന്നു. അങ്ങോട്ട് പോയിട്ട് ആക്രമിച്ചാൽ ഇസ്ലാമിന്റെ യുദ്ധതന്ത്രം എന്ന് പറയുന്നത് തന്നെ പ്രതിരോധമാണ്. ഇങ്ങോട്ട് വരുന്ന ശത്രുക്കളെ പ്രതിരോധിക്കുക, അതാണ് രീതി. അപ്പൊ ഈ ഒരു ഹന്തക് യുദ്ധത്തിലും നബിയുടെ നേതൃത്വത്തിലുള്ള സ്വഹാബികൾ ശത്രുക്കളെ പ്രതിരോധിക്കുകയാണ് ചെയ്തത്. നിങ്ങളെ കേട്ടിട്ടുണ്ടാവും, വലിയൊരു കിടങ്ങൊക്കെ ഇവിടെ നിർമ്മിച്ചിരുന്നു. ശത്രുക്കൾക്ക് ഈ ഒരു ഭാഗത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ കിടങ്ങ് നിർമ്മിച്ചു, രാവും പകലും കഷ്ടപ്പെട്ടിട്ട്. ആ കിടങ്ങ് നിർമ്മാണത്തിന്റെ സമയത്ത് നബിയുടെ വയറ്റത്ത് ഒരു കല്ല് കെട്ടിവെച്ചിട്ട്, വിശപ്പ് വരാതിരിക്കാൻ വേണ്ടി കല്ല് കെട്ടിവെച്ച് തോർത്തുകൊണ്ട് മുറുക്കി കൊടുത്തിട്ട് നബി കിടങ്ങിന്റെ നിർമ്മാണ പ്രവൃത്തിയിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. സോ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഹന്തക് യുദ്ധം നടന്ന ആ ഒരു ഏരിയയും പിന്നെ ആ യുദ്ധത്തിന്റെ സ്മാരകങ്ങളായിട്ട് ഇവിടെ പല സ്വഹാബികളുടെ പേരിൽ പണിത ചെറിയ പള്ളികളും കേട്ടോ. ഇതാ ഈ പള്ളി കണ്ടോ, ഈ പള്ളിയുടെ പേരാണ് മസ്ജിദുൽ ഹന്തക്. എന്ന് വെച്ചാൽ ഹന്തക് യുദ്ധം നടന്ന ഭാഗത്തുള്ള പള്ളിക്കാണ് ഹന്തക് എന്നുള്ള പേര് കൊടുത്തത്. പിന്നെ നേരത്തെ പറഞ്ഞില്ല ഞാൻ സ്മാരകങ്ങളായിട്ട് പണിത പള്ളി എന്നുള്ള പേരേ ഉള്ളൂ, ആരാധനീയ കാര്യങ്ങളൊന്നുമില്ല. ശരിക്കും അതൊരു സ്മാരകങ്ങൾ തന്നെ കേട്ടോ, പൗരാണിക സ്മാരകങ്ങളാണ്. ഇവിടെ ഒരുപാടെണ്ണുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് അതിൻ്റെ മുകളിൽ പോയിട്ട് നമുക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാം എത്ര എണ്ണം ഉണ്ടെന്നും ആരുടെയൊക്കെ പേരിലാണെന്നും എന്ത് കൊണ്ടാണെന്നും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പാർക്കിംഗ്. നമുക്ക് ഇവിടെ നല്ലൊരു പാർക്കിങ്ങിൻ്റെ സ്പേസ് ഉണ്ട്. 7 ചരിത്ര സ്മാരകങ്ങളാണുള്ളത്. ഹന്തക് യുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിക പട പലരുടെ നേതൃത്വത്തിൽ അണിനിരന്നിരുന്നു. അപ്പോൾ ആ നേതൃത്വത്തിന്റെ അണിനിരന്നില്ല, അവർ ഓരോ ഗ്രൂപ്പായിട്ട് നിന്നിരുന്നത്. അതിന്റെ ഓർമ്മക്കായിട്ടാണ് സ്മാരകങ്ങൾ പണിതിട്ടുള്ളത്. അവസാനം കാണുന്നത് മുഹമ്മദ് നബിയുടെ പേരുള്ള ഒരു പള്ളിയാണ്. പക്ഷെ ആ പള്ളിക്ക് മസ്ജിദ് ഫത്തേഹ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഇത് താഴെ കാണുന്നത് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള ഒരു പള്ളിയാണ്. പിന്നെ അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള സ്മാരകം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് അവിടെ ഇല്ല. പിന്നെ അതുപോലെ ഇവിടെ ഇത് കണ്ടോ, നമ്മളിപ്പോൾ വണ്ടി വെച്ച ഈ ഒരു ഭാഗത്തുള്ള ഇത് ശരിക്കും പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നെ പേരുള്ള ഒരു സ്മാരകമാണ്, ഒരു പള്ളിയാണ്. ഈ മുകളിൽ നിങ്ങളൊരു പള്ളി കണ്ടോ, അത് ശരിക്കും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പേരുള്ള ഒരു പള്ളിയാണ്. അത് മുകളിൽ നിങ്ങൾക്ക് അങ്ങ് ലോങ് കാണാൻ പറ്റും. പിന്നെ അതുപോലെ ഈ താഴെ വശത്ത് ഇവിടെ പള്ളിയില്ല, അവിടെ ചെറിയൊരു തറ മാത്രമേ ഉള്ളൂ. അത് സാദത്ത് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള ഒരു പള്ളിയാട്ടോ. അതിൽ മൊത്തത്തിൽ 7 സ്മാരകങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിലിപ്പോൾ നിലവിൽ നമുക്ക് 1, 2, 3, 4 മാത്രമേ വിസിബിൾ ഉള്ളൂ. പിന്നെ ഒന്നുകൂടി ഉണ്ട് പറയാൻ വിട്ടുപോയത്, അത് ഈ മലയുടെ അപ്പുറത്തെ വശമാണുള്ളത്. ആ മസ്ജിദിന്റെ പേര് മസ്ജിദുൽ ബനി ഹറം എന്നാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലാണ് ആ പള്ളിയിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ ഇതിലിപ്പോൾ 4 മാത്രമേ നമുക്ക് വിസിബിൾ ഉള്ളൂ. അതിൽ 5ാമത്തെ തറ മാത്രമേ ഉള്ളൂ, 2 നമുക്കിവിടെ വിസിബിൾ അല്ല. അപ്പം ഈ ഒരു ഏരിയയിലാണ് പണ്ട് കാലത്ത് ഹന്തക് യുദ്ധം നടന്നതും ഹന്തക് യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് കിടങ്ങ് നിർമ്മിച്ചതും. യുദ്ധത്തിൽ പ്രതിരോധിക്കാൻ വേണ്ടി നബി പല സ്വഹാബികളുടെയും പേരിൽ ഗ്രൂപ്പുകളായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് അന്ന് പടയാളികളെ അവിടെ അണിനിർത്തിയിരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചരിത്രം പറയുന്നൊരു പ്രദേശം കൂടിയാണിത്. ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കണ്ടോ, കറക്റ്റ് ലൈനായിട്ടെല്ലാം കാണാൻ പറ്റും. ഇത് 1 ഇവിടെ ഉണ്ട്, താഴയിൽ 2, ഇവിടെ 3, ഈ ഒരു ഭാഗത്ത് ഇവിടെ 4, പിന്നെ എന്താ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ 5 കേട്ടോ. അപ്പോൾ 5 ഇപ്പം നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടുന്ന്. ഇനി നമ്മൾ കാണാൻ പോകുന്ന മസ്ജിദ് ഖൂബയാണ് കേട്ടോ. എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തപ്പോൾ മദീനയിൽ ഇപ്പം നമ്മൾ യാത്ര ചെയ്ത് നമ്മൾ ലൊക്കേഷനിൽ എത്തുമല്ലോ, അങ്ങനെ ആദ്യമായിട്ട് എത്തിയ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ് എത്തിയത്. ഇവിടെ നിന്നാണ് ഈ മദീനയിലെ അൻസാരികൾ നബിയെ ഇവിടുന്ന് സ്വീകരിച്ചത്. അവരുടെ സ്വീകരണം ഏറ്റുവാങ്ങി നബി ഏകദേശം 4 ദിവസത്തോളം ഈ ഒരു ഭാഗത്ത് താമസിച്ചിരുന്നു. ഇവിടുന്നാണ് മദീനയിലേക്ക് പ്രവേശിച്ചത്. അപ്പം അവിടെ നബി അന്ന് പണിതൊരു പള്ളിയാണിത്. ഈ പള്ളിയുടെ പേരാണ് മസ്ജിദുൽ ഖൂബ എന്ന് പറഞ്ഞത്. ഇത് പിന്നീട് ഓരോ കാലഘട്ടത്തിൽ രാജാക്കന്മാരെ പുതുക്കി പണിത് ഈ ഒരു വലിപ്പത്തിലാക്കി കേട്ടോ. ഇവിടെ ഒരുപാട് തീർത്ഥാടകർ ഇവിടെയും വരുന്നുണ്ട്. പിന്നെ മദീനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രാവുകളുടെ എണ്ണം വളരെ കൂടുതലുണ്ടോ. ഇവിടെ പോയാലും നമുക്ക് ഒരുപാട് പ്രാവുകൾ കാണാൻ പറ്റും. പോരാതിന് പ്രാവുകൾക്ക് തീറ്റ വെക്കുന്ന ഒരുപാട് കച്ചവടക്കാരുണ്ട്. അപ്പോൾ നമുക്ക് പൈസ കൊടുത്ത് തീറ്റ വാങ്ങി പ്രാവുകൾ കൊടുക്കാം. വലൈക്കും അസ്സലാം. പ്രാവുകൾ കൊടുക്കാൻ പറ്റും നമുക്ക്. ഒരുപാട് പ്രാവുകൾ കൂട്ടായിട്ട് നിന്ന് കഴിക്കുന്നൊക്കെ. ഇതാണ് ആ ഒരു പള്ളി. വേറെ കാര്യം, ഞാൻ മദീനയിൽ മുമ്പ് വന്നിട്ടുണ്ട്. ഞാൻ മുമ്പ് ഇത് ആദ്യമായിട്ടല്ല മദീനയിൽ ഞാൻ വരുന്നത്. ഞാൻ മുമ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ചുറ്റുമുള്ള വശം എന്ന് പറയുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ഓരോ പാർക്കിംഗ് ഒക്കെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സൽമാൻ ഫാരിസിയുടെ തോട്ടത്തിലേക്കാണ്. അത് കഴിഞ്ഞാൽ നമുക്കൊരു കിണർ വിസിറ്റ് ചെയ്യാണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുത്തിരുന്നൊരു കിണറാട്ടോ. സൽമാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തോട്ടം എന്ന് കേട്ടിട്ട് ആരും സൽമാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വന്തമാക്കി തോട്ടം എന്ന് കരുതരുത് കേട്ടോ. അങ്ങനെയല്ല, ആ ഒരു മഹാൻ ജോലി ചെയ്തിരുന്ന ഒരു തോട്ടമായിരുന്നു. അതിനകത്ത് ഇപ്പം നമ്മുടെ പറക്കും കളിയും തടിയും കൊണ്ട് നമ്മൾ കയറിയിട്ടുണ്ട്. എനിവേ സൽമാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തോട്ടത്തിൽ നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം കേരള വണ്ടിയുമായി. ഓക്കെ, ഇതിൻ്റെ ചരിത്രം എന്താണെന്ന് വെച്ചാൽ ഈ സൽമാൻ റളിയല്ലാഹു അൻഹു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു പേർഷ്യക്കാരനായിരുന്നു, ഒരു അടിമയായിരുന്നു. അപ്പോൾ ഈ ഒരു തോട്ടത്തിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇവിടെ ജോലി ചെയ്തെടുക്കുന്നതാണ് പിന്നീട് ഇസ്ലാം മതത്തിലേക്ക് വന്നത് കേട്ടോ. ഈ കാണുന്ന ഈത്തപ്പഴത്തിൻ്റെ മരങ്ങൾ കാണുന്നില്ല. ഇതിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. എന്താ വെച്ചാൽ സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ പറഞ്ഞില്ല, ഒരു ജൂതൻ്റെ അടിമയായിട്ടാണ് ഇവിടെ ജോലി ചെയ്തിരുന്നത്. ഈ തോട്ടത്തിൻ്റെ മുതലാളി ജൂതനായിരുന്നു. ആ ജൂതൻ്റെ അടിമയായിട്ടായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. അപ്പം അദ്ദേഹത്തെ മോചിപ്പിക്കാൻ വേണ്ടി, അടിമകളുടെ ഉടമയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി നബി ആവശ്യപ്പെട്ടപ്പം ആ ഒരു ജൂതൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇവിടെ 300 ഈത്തപ്പഴ തൈകൾ ഈ ഒരു അടിമക്ക് പകരം വെച്ച് പിടിപ്പിച്ചാൽ മോചിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നബിയും നബിയുടെ സ്വഹാബാക്കളും കൂടി 300ഓളം ഈത്തപ്പഴ തൈകൾ ഈ ഒരു തോട്ടത്തിൽ വെച്ച് പിടിപ്പിക്കുന്നുണ്ടോ. അതാണ് നമുക്ക് പുറകിൽ കാണുന്നത്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ അടിമത്തത്തിൽ നിന്നും സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ചത്. നമ്മുടെ ഹന്തക് യുദ്ധത്തിലൊക്കെ അവിടെ കാണിച്ചിരുന്നില്ലേ, അതേ വ്യക്തിയെ പറ്റിയിട്ട് ഞാൻ സംസാരിക്കുന്നത്. സലാലയിൽ നമ്മളെ കേരളത്തിലെ തോട്ടത്തിൽ കയറിയിരുന്നു. ഈത്തപ്പഴത്തിൻ്റെ തോട്ടത്തിൽ കയറിയിട്ടില്ല. നബി വെള്ളം കണ്ടോ? ഈ വെള്ളം ആക്ച്വലി നല്ല വൃത്തിയുള്ള വെള്ളമാണ്. തോട്ടത്തിൽ വെള്ളം ശേഖരിക്കാൻ വേണ്ടി ഒരു കുളം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ? ഇതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നിട്ട് താഴേലേക്ക് പോകുന്നുണ്ട് കേട്ടോ. മനോഹരമായ തോട്ടമാണ് ഈത്തപ്പഴ തോട്ടമാണ്. ഈത്തപ്പഴ തോട്ടത്തിലായിരുന്നു അന്ന് അവർ ജോലി ചെയ്തിരുന്നത്. ഇപ്പോഴിവിടെ ആൾക്കാരൊക്കെ ജീവിക്കുന്നുണ്ട്. നല്ലൊരു ഗ്രീനറി കേട്ടോ. പിന്നെ നല്ല മണമാണ്. കാരണം നിങ്ങൾക്കറിയാലോ, നമ്മൾ വെള്ളം മണ്ണിലേക്കൂടെ ഒഴുകുമ്പോഴുള്ള ഒരു പ്രത്യേക മണമില്ലേ, സത്യം പറഞ്ഞാൽ നല്ലൊരു മണം കേട്ടോ അത്. ഇവിടെ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇവിടെ റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റും. നിങ്ങൾ തീർത്ഥാടനത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളൊക്കെ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ റെസ്റ്റ് എടുക്കാൻ പറ്റും കേട്ടോ. നല്ലൊരു പച്ചപ്പ്. ഇപ്പം ഈ സൗദിയിലൊക്കെ കയറിയ ശേഷം നമുക്കിങ്ങനെ പച്ചപ്പ് കിട്ടിയില്ല. നമ്മളെ സലാലയിൽ ഒമാനിൽ കിട്ടീനി. ഒമാനിൽ നിന്നും നമുക്കിങ്ങനെ കുളങ്ങളൊക്കെ കിട്ടിയത്, വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല.
തോട്ടത്തിന് അപ്പുറം തന്നെ സൽമാൻ റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചിരുന്ന ഒരു കിണറുണ്ടായിരുന്നു, വെള്ളം എടുക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന കിണർ. ആ കിണർ കൂടി ഞാൻ കാണിച്ചു കേട്ടോ. ഈ ഒരു തോട്ടത്തിന്റെ തൊട്ടടുത്തായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് സൽമാൻ അൽ ഫാരിസി ആ ഒരു സമയത്ത് പിന്നെ വെള്ളമൊക്കെ എടുക്കാൻ ഉപയോഗിക്കുന്ന കിണർ കേട്ടോ. പിന്നെ ഇതൊരു ആർക്കിയോളജിക്കൽ സൈറ്റാണ്, അതുകൊണ്ട് ഗവൺമെൻറ് ഇവിടെ ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ പണികളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് കൂടെ നടന്നു കഴിഞ്ഞുള്ളത് ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിണർ കാണാൻ പറ്റും. മുമ്പൊക്കെ ഇതിനകത്ത് പ്രവേശനം ഉണ്ടായിരുന്നു, പക്ഷെ ഗവൺമെൻറ് ഇപ്പോൾ റെസ്ട്രിക്റ്റഡ് ആക്കി കേട്ടോ. കാരണം ഒരു ചരിത്ര പ്രധാനമുള്ള സ്ഥലമാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെയായിരുന്നു ആ ഒരു കിണർ സ്ഥിതി ചെയ്തിരുന്നത്. പിന്നെ നമ്മൾ ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ്. ഇപ്പം അടുത്ത കാലത്തല്ലേ, അതാണ് കിണർ കേട്ടോ. അപ്പം അന്ന് കെട്ടിയതൊക്കെയാണ് അതിലിപ്പോൾ ഉള്ളത്. അതാ ആ പ്രാവ് വരുന്നുണ്ടോ, അതാണ് കിണർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പം മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന വെള്ളം, ആ വെള്ളം എടുക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു കിണറുണ്ട് ഇവിടെ. ആ കിണറിലേക്ക് കേട്ടോ, ആ കിണറ്റിൽ വെള്ളം കൊണ്ടാണ് അന്ന് മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി വെള്ളം എടുത്തിരുന്നത്. സോ അതും ഒരുപാട് ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് ആൾക്കാർ കണക്കാക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കേട്ടോ. എന്നാൽ അത് കാണിച്ചിട്ടോ. ഇതാണ് ലൊക്കേഷൻ കേട്ടോ. ഇത് കുറച്ചും കൂടി ഡെവലപ്ഡ് ആണ് എന്ന് വെച്ചാൽ ഇവിടെ പിന്നെ ഇവിടുത്തെ ആൾക്കാർ നവീകരണ പ്രവൃത്തികളൊക്കെ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കല്ലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, പിന്നെ ഗിൽസൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇപ്പം ക്രോസ് ചെയ്യാൻ പറ്റും. എൻട്രൻസ് ഉണ്ട് ഉള്ളിലേക്ക്. ഓക്കെ, ഇതാണ് ആ ഒരു കിണർ കേട്ടോ. 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കിണറാണ്. നോക്കിയോ, ഇത് പഴയ കാലഘട്ടത്തിലെ കല്ലുകൊണ്ട് കിട്ടിയതാണ് കേട്ടോ. ഇപ്പോഴും മോട്ടറിന് വെള്ളമൊക്കെ എടുക്കുന്നുണ്ട്, ഇപ്പോഴും വെള്ളം ഉണ്ടെന്ന് കേട്ടോ എൻ്റെ ഒരു വിശ്വാസം. മുകളിലൊക്കെ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇവിടെ നവീകരണ പ്രവൃത്തികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ശരിക്കും നബി വഫാത്തായ സമയത്ത് ഇവിടെ എത്ര ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ടാവും അല്ലേ? ഈ ഒരു കിണറിൻ്റെ ചുറ്റുപാടും വെള്ളം എടുക്കാൻ വേണ്ടി എത്ര ആൾക്കാർ മത്സരിക്കുന്നുണ്ടാവും. ഈ വഴിയിലൂടെയാണ് വെള്ളം കൊണ്ടുപോയത്. നമ്മളൊരു മതപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് കെയർ ചെയ്യണം, ഏത് മതമായാലും. ഇതിനു മുമ്പ് ഞാൻ ക്രിസ്ത്യൻ മതത്തിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, തുർക്കിയിലൊക്കെ പോയപ്പം ഹിന്ദു മതങ്ങളുടെ അമ്പലങ്ങളുടെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പം ഇസ്ലാം മതത്തിൻ്റെ വീഡിയോ ചെയ്യുന്നു. കാരണം സൗദി അറേബ്യയിലാണ് ഏറ്റവും കൂടുതൽ ചരിത്രങ്ങളുള്ളത്, അതുകൊണ്ടാണ് ഇവിടുന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഓരോ തവണയും നമ്മൾ മതപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറയുമ്പം നമ്മൾ ഓരോ വാക്കും നമ്മൾ കെയർ ചെയ്യണം. കാരണം അല്ലെങ്കിൽ ആ ഒരു മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പരാതികൾ വരും. ഒരുപാട് ആൾക്കാർ എന്നെ തെറി പറയാനും അൺസബ്സ്ക്രൈബ് ചെയ്യാനും അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതെ പോകാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മൾ ചിലപ്പം 20 മിനിറ്റ് ചെയ്ത വീഡിയോയിൽ ഒരു സെക്കൻഡോ 10 സെക്കൻഡോ നമ്മൾ എന്തെങ്കിലും കാര്യം തെറ്റിച്ച് പറഞ്ഞു കഴിഞ്ഞാലാണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ കൂട്ടിയത് നമ്മുടെ സ്വന്തം ജാഫർ ഖാനാണ്. ഇവർ രണ്ടാളാണ് ആക്ച്വലി ക്യാമറയുടെ പുറകിൽ എനിക്ക് ഇൻഫർമേഷൻസൊക്കെ പാസ് ചെയ്യുന്നത്. മൂപ്പരൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, മദീന ഗൈഡ് എന്ന് പറഞ്ഞിട്ട്, തീർത്ഥാടകർക്കൊരു വഴികാട്ടി. എന്നുവെച്ചാൽ മദീനയിലെ ലൊക്കേഷൻസ്, ടൂറിസ്റ്റ് ലൊക്കേഷൻസ് അല്ല, മതപരമായ ചരിത്രപരമായ ലൊക്കേഷൻസിനെ പറ്റിയിട്ട് ഇപ്പോൾ എഴുതിയൊരു ബുക്കാണ്. എപ്പോഴും എഴുതിയത്? ഒരു 5 വർഷമായിട്ടോ. അതുപോലെ മദീനയിലേക്ക് തീർത്ഥാടനത്തിന് വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്കുള്ള ഗൈഡായിട്ട് അവരുടെ കൂടെ പോയിട്ട് ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ കാണിച്ച് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താണ് പറയുന്നത് നമ്മുടെ വ്യൂസിനോട്? ഇങ്ങോട്ട് പോവാം. ഷക്കീർ സാഹിബ് ഇവിടെ വന്നു. അദ്ദേഹം ഈ ചരിത്ര പ്രധാനമായ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു. പിന്നെ ഒരുപാട് നല്ല രീതിയിൽ എൻ്റെ വീഡിയോ ഒക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വേണ്ട രീതിയിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ കാണുകയും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ഞങ്ങളുടെ പ്രാർത്ഥനയും സന്തോഷവും അദ്ദേഹത്തെ ഞങ്ങൾ അറിയിക്കുകയാണ്. നാളെ ആർക്കെങ്കിലും ഇങ്ങോട്ടേക്ക് മദീനയിലേക്ക് ഇൻഡിവിജ്വലായിട്ട് എന്നുവെച്ചാൽ സൗദിയിലുള്ള പല ഭാഗങ്ങളും മലയാളികൾക്ക് വരണം എന്ന് വെച്ചോ, അപ്പോൾ നിങ്ങൾ എങ്ങനെ കോൺടാക്ട് ചെയ്യണമെന്ന് കൊടുക്കണം? നിങ്ങൾ മദീനയിലേക്ക് വരുന്നുണ്ടെങ്കിൽ, അതുപോലെ മക്കയിലേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് ജാഫർ ഇളമ്പിലാക്കോട് എന്നാണ്. ഇത് എൻ്റെ സുഹൃത്ത് അൻവർ ഷാ വളാഞ്ചേരി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കുബാ പള്ളിയുടെ സമീപത്താണ് താമസിക്കുന്നത്. കഴിഞ്ഞൊരു 10 വർഷക്കാലമായിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ വരുന്ന മദീനയിൽ വരുന്ന തീർത്ഥാടകരായ ആളുകൾക്ക് സേവനങ്ങൾ ചെയ്യുക, അവരെ ചരിത്ര സ്ഥലങ്ങളിലേക്ക് അവരെ ഗൈഡൻസ് ചെയ്യുക എന്നതൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മദീനയിൽ എത്തിയിട്ടോ അല്ലെങ്കിൽ അതിന് മുമ്പോ ഒക്കെ ആയിട്ട് ഞാനുമായിട്ടോ അല്ലെങ്കിൽ അൻവർഷയുമായിട്ടോ ബന്ധപ്പെടാവുന്നതാണ്. എൻ്റെ നമ്പർ 0553069897. അതിൻ്റെ വാട്സാപ്പ് നമ്പർ കൂടെയാണ്. അതിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ നല്ല രീതിയിൽ പരിചയപ്പെടുത്തി തരുന്നതാണ്. 0553069897 കേട്ടോ, കോൺടാക്ട് ചെയ്ത്. ഓക്കെ, അപ്പം ജഫർക്ക് നന്ദി. നന്ദി. ഒരുപാട് കാഴ്ചകൾ വരാനുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന മസ്ജിദ് നബവിയുടെ ടൂറാണ്. അതിൻ്റെ അകത്തുള്ള വിശേഷങ്ങളാണ്. ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ 2 വീഡിയോസാണ് മെയിനായിട്ട് മദീനയിൽ നിന്ന് വരുന്നത്.
അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ അല്ലൂരിലേക്ക് പോകും. നമ്മുടെ ഈ ഇസ്ലാമിക റിലേറ്റഡ് വീഡിയോസ് ഇതോടുകൂടി തീരും കേട്ടോ. മൊത്തത്തിൽ 5 വീഡിയോസാണ് ഉദ്ദേശിച്ചത്. 3 മക്കയിൽ നിന്നും 2 മദീനയിൽ നിന്നും കേട്ടോ. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഒന്നുകൂടി പറയുന്നു, ഇസ്ലാമിക റിലേറ്റഡ് വീഡിയോസ് ഞാൻ ചെയ്യുന്ന ഒരിക്കലും റവന്യൂവിന് വേണ്ടിയിട്ട് റീച്ചിന് വേണ്ടിയിട്ടല്ല. അത് കാണുന്ന ആൾക്കാരുടെ മനസ്സിൽ സന്തോഷം കേട്ടോ. നിങ്ങൾക്ക് സന്തോഷമായെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും അത് കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ സന്തോഷമായി എന്നുള്ളത്. അതുകൊണ്ട് ഞാനും ഒന്ന് സന്തോഷിക്കട്ടെ. അടിപൊളി വീഡിയോസ് വരാണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.